നമ്മുടെ വട്ടവട ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ നമ്മൾ വട്ടവട എത്തിയോ ഇല്ലയോ എന്നുള്ള ഒരു വീഡിയോയാണിത്. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വട്ടവടയിൽ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 6 മണി കഴിഞ്ഞാൽ എത്തത്തില്ല, 6 മണിക്ക് മുമ്പേ വരണമെന്ന്. അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. നല്ല നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളൊക്കെ ആയിട്ടുള്ള നല്ല സ്ഥലമാണ്. 2 സൈഡും നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ബൈസനൊക്കെ വരാറുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടില്ല. തിരിച്ചു വരുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കുറച്ച് കരിങ്കുരങ്ങിനൊക്കെ കണ്ടായിരുന്നു. മന്തി എന്നാണ് ആ കുരങ്ങൻ്റെ പേര്. നിങ്ങൾ കണ്ടോ? സൂപ്പർ പേരൊക്കെയാണ്. ഇച്ചിയാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെല്ലവും കിട്ടുന്നുണ്ടോ എന്തോ, ഫുള്ളും ഷേക്കിംഗ് ആണെന്നാ തോന്നുന്നത്. ഇവിടെയൊക്കെയാണ് ഒത്തിരി യൂക്കാലി മരങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ആനയും ബൈസന്മാരൊക്കെ വരാറുണ്ട്. ഞങ്ങൾ തിരിച്ച് പോകാൻ നേരം കുറേ ബൈസനൊക്കെ കണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ബൈജു ദിലീപേട്ടനും കൂടി എന്തൊക്കെയോ പുഴു പിടിക്കുന്നുണ്ട് കേട്ടോ. ആനയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സുമി ചേച്ചി ആണെങ്കിൽ വിശ്വസിച്ച് എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളാണ് വട്ടവടയിൽ എത്തിയിരിക്കുകയാണ്. അതെ, നല്ല നല്ല സ്ട്രോബെറി തോട്ടങ്ങളാണ് ഈ കാണുന്നത്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ വട്ടവടയിലൊക്കെ വന്നിട്ടുണ്ടോ? ഒരു ദിവസം ഇവിടെയൊക്കെ വരണം കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആരും ഓർഡർ എടുക്കാൻ വന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളപ്പോൾ ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിൻ്റർ സ്ട്രോബെറി ഫാമിലേക്ക് വിസിറ്റ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഫ്രീ വിസിറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സീനറിയാണ് കാണാനൊക്കെ ആയിട്ട്. ഈ പൂക്കളൊക്കെ നിറഞ്ഞ് ഇതാണ് നമ്മൾ സ്ട്രോബെറി തോട്ടം എന്ന് പറയുന്നത്. അപ്പുറത്ത് വേറെ കുറേ ഉണ്ട്. സ്ട്രോബെറി ഉണ്ടായി വരുന്നതേ ഉള്ളൂ, ചെറുതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ദിലീപനും സുമി ചേച്ചിയൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വട്ടവടയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളാണ് പെട്ടെന്ന് തിരിച്ചു പോകുന്നു. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേഗം തിരിച്ചു വരേണ്ടതെന്ന് വന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബൈസനെ കണ്ടു. ഞങ്ങൾ യൂക്കാലി മരത്തിൻ്റെ കൂടെ നിന്നൊക്കെ ബൈസനെ കണ്ടു. പിന്നെ ഇതേ പുറത്തുനിന്ന് കുറേ ബൈസന്മാരെ കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്നാൽ ഇതുപോലെ ബൈസനെയൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. അവിടെ സ്റ്റേ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ 6 മണിക്ക് മുമ്പേ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ടൊരു ആദ്യം കണ്ട കടയിലേക്ക് അങ്ങ് പാഞ്ഞ് കയറി കേട്ടോ. സുമി ചേച്ചിക്കായിരുന്നു ചായ വേണ്ടത്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ കയറി. പിന്നെ ഞങ്ങളാണെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ. അങ്ങനെ എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഞാനിങ്ങനെ നടന്നു വരുന്നത്. ഈ വീഡിയോ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ പോയി ഓടിപ്പോയി കാണണേ. നല്ല തേയിലത്തോട്ടങ്ങളും മേഘങ്ങളും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഇവിടെയൊക്കെ വരണം. എന്ത് രസമാണ് ഈ ആകാശമൊക്കെ കാണാനായിട്ട്. ഞങ്ങളാണെങ്കിൽ മാട്ടുപ്പെട്ടി ടൗണിൽ എത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോയപ്പോൾ നല്ല തിരക്കും ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, തിരക്കും ഇല്ലായിരുന്നു. ഇവിടെ ഒരുപാട് കടകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തും വാങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങളാണ് വരുന്ന വഴിക്കായിരുന്നു കുറേ പേര് ഗെയിമിംഗ് വേൾഡ് ഇതിൽ കയറിയിട്ടാണെങ്കിൽ കാർ പൊളിക്കുന്നത് കണ്ടത്. അപ്പം മുത്തിനൊരാഗ്രഹം, മുത്ത് കയറി കഴിഞ്ഞ ശേഷം മുത്തിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മുത്ത് കയറിയിട്ട് കൂളായിട്ട് ഇറങ്ങി വന്നു. ഇത് മസ്റ്റ് ട്രൈ ആണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെല്ലാവരും ഈ വഴിയൊക്കെ വരുമ്പോൾ കയറണം. അങ്ങനെ ഞങ്ങൾ മൂന്നാറെത്തി ഗായ്സ്. ഞങ്ങളാണ് ഒരു തട്ടുകടയിൽ കയറിയിട്ട് ചപ്പാത്തിയും കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങളത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്, അവരൊക്കെ കപ്പ ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ലക്ഷ്മി വഴി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളാണെങ്കിൽ കോട ആയതുകൊണ്ട് തന്നെ അത് സാഹസികമായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങളാണെങ്കിൽ രാവിലെ എടുത്തൊരു തീരുമാനമായതുകൊണ്ട് ഫോണൊന്നും ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എൻഡിങ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ആയിപ്പോയി എല്ലാവരുടെയും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.